ഹലോ, അങ്ങനെ ഞങ്ങളുടെ തിരുനാൾ കഴിഞ്ഞു. പക്ഷെ ഞാൻ വീഡിയോ ഇടുന്നത് ഇപ്പോഴാണ് കേട്ടോ. എനിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ടൈം കിട്ടിയത്. അപ്പം ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ സന്ധ്യാവന്തനം ആണ് കേട്ടോ. തിരുനാളിന് തലേ ദിവസം നടത്തുന്ന ഒരു ചടങ്ങ് സന്ധ്യാവന്തനം എന്ന് പറയും. അതായത് കുർബാനയില്ല, കുർബാനയുടെ കുറേ ഭാഗങ്ങൾ മാത്രം മാറ്റി വെച്ചിട്ട് നടത്തുന്ന ഒരു ഇതാണ് കേട്ടോ സന്ധ്യാവന്തനം എന്ന് പറയുന്നത്. എക്സൈഡ് ചപ്രപ്രദക്ഷിണം എന്ന് പറയും. അപ്പോൾ ആദ്യമേ തന്നെ കുതിര പോകും, അതിനുശേഷം അതിൻ്റെ ബാക്കിൽ നിന്ന് ഓട്ടർ ബോയ്സ് പോകും, പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് ഓരോ സഭകൾ ഇതിപ്പോൾ പോകുന്നത് കൊമ്പ്രിയ സഭക്കാരാണ് കേട്ടോ പോകുന്നത്. ഇവർ ഫ്രണ്ടിലോട്ട് പോകും. അതിനുശേഷം അതിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ശിങ്കാരിമേളം, അങ്ങനത്തെ ബാൻഡ് ട്രൂപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചാൽ, എൻ്റെ ഒരു അനുഭവത്തിലെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കാര്യങ്ങൾ നടത്തി തന്നൊരു വിശുദ്ധനുണ്ട്. വിശുദ്ധ ഗീവർഗീസ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു വിശുദ്ധൻ കൂടിയാണ്. എനിക്ക് ഭയങ്കര ട്രസ്റ്റാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ കുറേ പേരൊക്കെ കുറേ നെഗറ്റീവ് കമൻറ്റൊക്കെ പറയും, പക്ഷേ വിശ്വാസമുള്ളവർക്ക് അതെപ്പോഴും വിശ്വാസം തന്നെയാണല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വിശുദ്ധ ഗീവർഗീസിൻ്റെ തേരെടുപ്പാണ് കേട്ടോ. അതായത് രണ്ട് സൈഡും ആൾക്കാർ നിന്നിട്ട് വലിച്ചിട്ടാണ് പോകുന്നത്. രണ്ട് സൈഡ് നല്ല കട്ടിയുള്ള കമ്പ എന്ന് പറയും. അപ്പോൾ അത് രണ്ട് സൈഡിലുണ്ട്. ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ ഇത് വലിച്ചിട്ട് 3 സ്ഥലങ്ങളിലായിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ പുതിയതൊരു ജംഗ്ഷനിൽ നിന്ന് കരിങ്കുളത്തോട്ടും, അവിടെ നിന്ന് നേരെ പുല്ലുവിളയിൽ നേരെ ലൂർദുപുരം, തിരിച്ചു പള്ളിയിലോട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഞങ്ങളുടേത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. കൊച്ചിടത്തെ തീർത്ഥാടന കേന്ദ്രമാണ്. അതുപോലെ വലിയടത്ത് ഇരിക്കുന്നത് നമ്മുടെ എറണാകുളത്താണ്, ഇടപ്പള്ളി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വിശുദ്ധ ഗീവർഗീസ്. അതായത് ഈ ഒരു ഒറ്റ തേര് മാത്രമേ കാണൂ, വേറെ ഒരു ചപ്പറവും കാണത്തില്ല. ഈ ഒറ്റ ഇത് കാണേ ഉള്ളൂ. എൻ്റെ ദൈവമേ, ഇത് കാണുമ്പോൾ എല്ലാ വർഷവും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ ഭയങ്കര ഇമോഷണലാവും നമ്മൾ. അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലാവും കേട്ടോ ഈ തേരെടുക്കുന്ന സമയത്ത്. അത് എന്താണെന്ന് അറിയില്ല. കാര്യം നമുക്ക് ആ വിശുദ്ധനോടുള്ള ആ ഒരു വിശ്വാസം സ്നേഹത്തിൻ്റെയും പുറത്തായിരിക്കും നമ്മൾ അത്രയും വിഷമിച്ച് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. കണ്ടില്ലേ, ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. അതായത് ഒരു കാല് കുത്താൻ പോലും സ്ഥലം കാണത്തില്ല, അത്രയ്ക്കും തിരക്കാണ് കേട്ടോ. അങ്ങനെ തേരെടുപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത തിരുനാളിൻ്റെ വീഡിയോസ് ആയിട്ട് വരാം.